നമസ്കാരം. സമയം അതൊരു വിചിത്രമായ സഞ്ചാരിയാണല്ലേ. അത് ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ചിരിക്കുമ്പോഴും കരയുമ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളൊന്ന് അടച്ചുപിടിക്കൂ. ഒരു നിമിഷം 2025 എന്ന വർഷത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ആ കലണ്ടറിലെ ഓരോ താളുകളും മറഞ്ഞുപോയത് എത്ര വേഗമായിരുന്നു. നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. ഈ വർഷം ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന്. പക്ഷേ പലതും നടന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുകയും ചെയ്തു. ചിലർക്ക് നഷ്ടങ്ങളുടെ വർഷമായിരുന്നു, ചിലർക്ക് നേട്ടങ്ങളുടെയും. പക്ഷേ സുഹൃത്തേ, അതെല്ലാം ഇനി ചരിത്രമാണ്. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഒരു പുതിയ അധ്യായത്തിന്റെ വാതിൽക്കൽ. 2026. ഈ സംഖ്യ വെറുമൊരു വർഷമല്ല. ജ്യോതിഷികളും ശാസ്ത്രജ്ഞരും ലോകനേതാക്കളും ഒരേപോലെ ഉറ്റുനോക്കുന്നൊരു കാലഘട്ടമാണിത്. ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് 2026 സംഭവിക്കാൻ പോകുന്നത് എന്ന്. സാമ്പത്തിക മാന്ദ്യമാണോ? യുദ്ധങ്ങളാണോ? അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ കീഴ്പ്പെടുത്തുമോ? ചോദ്യങ്ങൾ പലതാണ്. ഭയപ്പെടുത്തുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. എന്നാൽ സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 2026 എന്നത് പുറം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ വർഷമാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അവസരവും. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ലോകം രണ്ടായി പിരിയാൻ പോകുകയാണ് 2026. ഒന്ന്, മാറ്റങ്ങളെ ഭയന്ന് പഴയ ശീലങ്ങളിൽ കടിച്ചു തൂണി പരാജയപ്പെടുന്നവർ. രണ്ട്, വരാനിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്വയം മാറി വലിയ വിജയങ്ങൾ കീഴടക്കുന്നവർ. നിങ്ങളിതിലേതു കൂട്ടത്തിലാണ്? നിങ്ങൾക്ക് പരാജയപ്പെട്ടവരോടൊപ്പം നിൽക്കാനാണോ ഇഷ്ടം, അതോ വിജയികളുടെ കൂടെ ചരിത്രം സൃഷ്ടിക്കാനാണോ? വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം, അതെ, വിജയിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. കാരണം ഇത് വെറുമൊരു പ്രവചന വീഡിയോ അല്ല. ഇതൊരു ഭൂപടമാണ്, മാപ്പ്. വരാനിരിക്കുന്ന 12 മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ അടിമുടി മാറ്റാമെന്നതിൻ്റെ വ്യക്തമായ പ്ലാൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 4 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സ്, മൈൻഡ് സെറ്റ്. എങ്ങനെ തോൽക്കാത്ത ഒരു മനസ്സ് സ്വന്തമാക്കാം. നിങ്ങളുടെ പണം, മണി. 2026 സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാം. നിങ്ങളുടെ ആരോഗ്യം, ഹെൽത്ത്. ആശുപത്രികൾക്ക് പണം കൊടുക്കാതെ എങ്ങനെ ജീവിക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. സ്ക്രീനുകൾക്കപ്പുറം എങ്ങനെ സ്നേഹം കണ്ടെത്താം. ഈ വീഡിയോയുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഇതിൽ പറയുന്ന ഒരു ചെറിയ കഥ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം മതി, നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാൻ. അതുകൊണ്ട് എല്ലാ ശ്രദ്ധയും ഇങ്ങോട്ട് തരൂ. ഹെഡ്ഫോൺ വയ്ക്കാം, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. നമുക്ക് യാത്ര തുടങ്ങാം. 2026 യാത്ര. ആദ്യത്തെ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് അതിൽ സിസ്റ്റം അപ്ഡേറ്റ് വരാറുണ്ട്, അല്ലേ? നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൺ ഹാങ് ആകും. പുതിയ ആപ്പുകൾ വർക്ക് ചെയ്യില്ല. ബാറ്ററി പെട്ടെന്ന് തീരും. ഒടുവിൽ ആ ഫോൺ ഒന്നിനും കൊള്ളാത്ത ഒന്നായി മാറും. ഇതേ അവസ്ഥയാണ് 2026 മനുഷ്യന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. 2025 വരെ നമ്മൾ കൊണ്ടുനടന്ന പല ശീലങ്ങളും, പല വിശ്വാസങ്ങളും, പല ചിന്തകളും ഇനി പ്രവർത്തിക്കില്ല. അവ കാലഹരണപ്പെട്ടു, ഔട്ട്ഡേറ്റഡ്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ അവസാനമായി എന്നെത്തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത് എപ്പോഴാണ്? പഴയ ആയുധങ്ങൾ കൊണ്ട് പുതിയ യുദ്ധം ജയിക്കാൻ കഴിയില്ല സുഹൃത്തെ. 2026 ആവശ്യപ്പെടുന്നത് പുതിയ ആയുധങ്ങളാണ്, പുതിയ തന്ത്രങ്ങളാണ്. നിങ്ങൾ തയ്യാറാണോ ആ അപ്ഡേറ്റ് സ്വീകരിക്കാൻ? എങ്കിൽ നമുക്ക് ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കാം. വിജയത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു കഥയുണ്ട്. ഒരുപക്ഷേ നിങ്ങളിത് മുൻപ് കേട്ടിട്ടുണ്ടാകാം. എങ്കിലും 2026 ഈ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ കഥയ്ക്ക് ഒരു പുതിയ അർത്ഥമുണ്ട്. പക്ഷികളുടെ രാജാവാണ് കഴുകൻ. ആകാശത്തിന്റെ ഉയരങ്ങളിൽ മേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ കഴിവുള്ള ഒരേയൊരു പക്ഷി. ഒരു കഴുകന്റെ ശരാശരി ആയുസ് 70 വയസ്സാണ്. എന്നാൽ ആ 70 വയസ്സിലേക്കെത്തണമെങ്കിൽ അത് തന്റെ 40-ാം വയസ്സിൽ അതികഠിനമായ ഒരു തീരുമാനമെടുക്കണം. എന്താണെന്നോ? ഒരു കഴുകന് 40 വയസ്സാകുമ്പോൾ അതിന്റെ ശരീരം തളരാൻ തുടങ്ങും. ഇരയെ കൊത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന അതിന്റെ നീളമേറിയ കൂർത്ത നഖങ്ങൾ വളഞ്ഞുപോകും. അതിന് ബലം നഷ്ടപ്പെടും. അതിന്റെ നീളമുള്ള കൊക്ക് വളഞ്ഞ് നെഞ്ചിലേക്ക് മുട്ടാൻ തുടങ്ങും. ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസമാകും.
അതിന്റെ ചിറകുകൾക്ക് ഭാരം കൂടും, തൂവലുകൾ കട്ടിപിടിച്ച് പഴയതുപോലെ ഉയരത്തിൽ പറക്കാൻ അതിന് സാധിക്കാതെ വരും. ഈ അവസ്ഥയിൽ ആ കഴുകന് മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, വിധിയെ പഴിച്ചുകൊണ്ട് പട്ടിണി കിടന്ന് ആ പഴയ രൂപത്തിൽ തന്നെ മരിക്കുക. രണ്ട്, അതിവേദന നിറഞ്ഞ 150 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ഒരു മാറ്റത്തിന്, ട്രാൻസ്ഫോർമേഷന് സ്വയം വിധേയനാവുക. ജീവിതത്തെ സ്നേഹിക്കുന്ന കഴുകൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കും. അത് ഏറ്റവും ഉയർന്ന മലമുകളിലെ ഒരു ഗുഹയിൽ പോയിരിക്കും, ഒറ്റയ്ക്ക്. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് തന്റെ വളഞ്ഞ കൊക്ക് അവിടെയുള്ള പാറയിലിടിച്ച് പൊട്ടിക്കുക എന്നതാണ്. ചിന്തിച്ചു നോക്കൂ, സ്വന്തം ശരീരം പാറയിലിടിച്ച് പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന വേദന, ചോര വാർന്നുപോകുന്ന മുഖം. പക്ഷേ അത് സഹിക്കും. എന്തിന്? പുതിയൊരു കൊക്ക് വളർന്നു വരാൻ വേണ്ടി. മാസങ്ങൾ കഴിഞ്ഞ് പുതിയ കൊക്ക് വരുമ്പോൾ അതുപയോഗിച്ച് തന്റെ കാലിലെ ഓരോ നഖങ്ങളും അത് പിഴുതുമാറ്റും. വീണ്ടും വേദന, സഹിക്കാനാവാത്ത വേദന. അതിനുശേഷം പുതിയ നഖങ്ങൾ വരുമ്പോൾ അതുപയോഗിച്ച് തന്റെ ശരീരത്തിലെ ഭാരമേറിയ പഴയ തൂവലുകൾ ഓരോന്നായി പറിച്ചുകളയും. 5 മാസം, 150 ദിവസങ്ങൾ, ചോരയും കണ്ണീരും വേദനയും നിറഞ്ഞ ഏകാന്തവാസം. പക്ഷേ ആ 5 മാസം കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്താണെന്നോ? പുതിയ ചിറകുകൾ, കൂർത്ത നഖങ്ങൾ, ശക്തമായ കൊക്ക്. ആ കഴുകൻ തന്റെ പുനർജന്മം ആഘോഷിച്ചുകൊണ്ട് വീണ്ടും ആകാശത്തേക്ക് ചിറകടിച്ചുയരും, അടുത്ത 30 വർഷം കൂടി രാജാവായി ജീവിക്കാൻ. സുഹൃത്തുക്കളെ, 2026 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ആ കഴുകനെപ്പോലെയാകാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില പഴയ തൂവലുകളുണ്ട്. എന്നെക്കൊണ്ടിതിന് കഴിയില്ല എന്ന ചിന്ത, എനിക്ക് വയസ്സായി എന്ന തോന്നൽ, എനിക്ക് പണമില്ല, എനിക്ക് ഭാഗ്യമില്ല, എനിക്കാരുമില്ല. ഇവയൊക്കെ വെറും ഭാരങ്ങളാണ്, നിങ്ങളുടെ ചിറകുകളെ തളർത്തുന്ന പഴയ തൂവലുകൾ. 2026ലേക്ക് കടക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് പറക്കാൻ കഴിയില്ല. ഇന്ന്, ഈ നിമിഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം. എന്റെ ഉള്ളിലെ അലസതയെ ഞാൻ കൊത്തിമാറ്റും. എന്റെ ഉള്ളിലെ ഭയത്തെ ഞാൻ പിഴുതെറിയും. ഇത് വേദനിപ്പിക്കുമോ? തീർച്ചയായും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് വേദനാജനകമാണ്. ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് വേണ്ടെന്ന് വെക്കുന്നത് പ്രയാസമാണ്. സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നത് നിർത്തുമ്പോൾ ബോറടിക്കും. തെറ്റായ സുഹൃത്തുക്കളെ ഒഴിവാക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷേ ഓർക്കുക, ആ കഴുകൻ സഹിച്ച വേദനയാണ് അതിന് 30 വർഷത്തെ രാജകീയ ജീവിതം നൽകിയത്. നിങ്ങൾ ഇപ്പോൾ സഹിക്കാൻ തയ്യാറാകുന്ന ചെറിയ അക്ഷത്രങ്ങൾ, ഡിസിപ്ലിൻസ്, 2026ൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു പുതിയ ജീവിതമാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്റെ ഏത് പഴയ സ്വഭാവമാണ് ഞാൻ 2025ൽ തന്നെ ഉപേക്ഷിക്കേണ്ടത്? അതൊന്ന് കണ്ടെത്തൂ. അത് കണ്ടെത്തിയാൽ പകുതി വിജയിച്ചു. പക്ഷേ മാറ്റമെന്നത് വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം നടക്കില്ല. അതിന് കൃത്യമായ പ്ലാനിംഗ് വേണം. പണ്ട് നമ്മൾ കരുതിയത് കഠിനാധ്വാനം അഥവാ ഹാർഡ് വർക്കാണ് വിജയത്തിന്റെ താക്കോലെന്നാണ്. രാപകലില്ലാതെ പണിയെടുക്കുന്നവർ വിജയിക്കുമെന്ന്. എന്നാൽ 2026ൽ ആ നിയമം മാറുകയാണ്. ഇനി വേണ്ടത് ഹാർഡ് വർക്കല്ല, പിന്നെന്താണ്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്, 2026ലെ വിജയമന്ത്രം. കഠിനാധ്വാനം ചെയ്താലേ വിജയിക്കൂ എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അതൊരു പാതി സത്യം മാത്രമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമടെടുക്കുന്ന ഒരു തൊഴിലാളിയേക്കാൾ പണം AC മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കഠിനാധ്വാനം മാത്രമല്ല വിജയത്തിന് ആധാരം എന്നാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു മരം വെട്ടുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ തുരുമ്പിച്ച മഴുവാണുള്ളത്. നിങ്ങൾ രാവിലെ വെട്ടാൻ തുടങ്ങി, ഉച്ചയായി, വൈകുന്നേരമായി, കൈകൾ പൊട്ടി, രക്തം വന്നു, ശരീരം തളർന്നു. പക്ഷെ മരം വീണില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, സംശയമില്ല. പക്ഷെ ഫലം 0. ഇനി ബുദ്ധിയുള്ള ഒരാൾ എന്താണ് ചെയ്യുക? അയാൾ ആ മഴുവെടുത്ത് 10 മിനിറ്റ് മാറിയിരിക്കും. ഒരു കല്ലെടുത്ത് ആ മഴുവിന്റെ വായ്ത്തല നന്നായി ഉരച്ച് മൂർച്ച കൂട്ടും. എന്നിട്ട് തിരിച്ചുവന്ന് ഒരൊറ്റ വെട്ട്. മരം വീഴും. സുഹൃത്തെ, 2026 എന്നത് മരം വെട്ടാൻ ഓടിപ്പോകുന്ന വർഷമല്ല, മറിച്ച് മഴുവിനെ മൂർച്ച കൂട്ടേണ്ട വർഷമാണ്. എന്താണ് നിങ്ങളുടെ മഴു? അത് നിങ്ങളുടെ അറിവാണ്, നിങ്ങളുടെ കഴിവാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനുണ്ടായിരുന്ന വില ഇന്നതിനില്ല. ഇന്നലെ വരെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനുണ്ടായിരുന്ന സുരക്ഷിതത്വം ഇന്നതിനില്ല. ഇന്നലെ വരെ നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇന്ന് പഴകിപ്പോയി. ഒരു വലിയ സത്യം പറയാം. 2026ൽ ജയിക്കാൻ പോകുന്നതാരാണെന്നോ? ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവരല്ല, ഏറ്റവും കൂടുതൽ പണമുള്ളവരല്ല, മറിച്ച് ലേണിംഗ് അജിലിറ്റി ഉള്ളവരാണ്. അതായത് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിവുള്ളവർ. നിങ്ങളോടൊരു ചോദ്യം.
കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സഹായിക്കുന്ന പുതിയൊരു കാര്യം നിങ്ങൾ പഠിച്ചോ? ഒരു പുതിയ സോഫ്റ്റ്വെയർ, ഒരു പുതിയ ഭാഷ, വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതോ എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണോ ചെയ്തത്? ഓർക്കുക, എനിക്കറിയില്ല എന്ന് പറയുന്നത് 2026-ൽ ഒരു തെറ്റല്ല. പക്ഷേ ഞാൻ പഠിക്കില്ല എന്ന് പറയുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എനിക്കിതിനൊന്നും സമയമില്ല എന്ന്. ശരിക്കും സമയമില്ലേ? നമ്മളൊരു ദിവസം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും റീൽസ് കണ്ട് എത്ര സമയം കളയുന്നുണ്ട്? ശരാശരി 2 മണിക്കൂറെങ്കിലും, അല്ലേ? ഈ 2 മണിക്കൂർ, വെറും 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരു വർഷം 730 മണിക്കൂർ ലഭിക്കും. ഈ സമയം കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ഭാഷ പഠിക്കാം, ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാക്കാം, ആരോഗ്യം നന്നാക്കാം. 2026-ൽ വിജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ദിവസത്തിൽ നിന്ന് ഒരു പവർ അവർ കണ്ടെത്തുക. ആ 1 മണിക്കൂർ ഫോൺ ഓഫ് ചെയ്യുക, വാതിലടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മേഖലയിൽ വളരാനാവശ്യമായ എന്തെങ്കിലും ഒന്ന് പഠിക്കുക. അത് പുസ്തകം വായിക്കുന്നതാകാം, ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ആ മേഖലയിലെ വിദഗ്ധരുമായി സംസാരിക്കുന്നതാകാം. മഴുവിന് മൂർച്ച കൂടട്ടെ. ഓരോ ദിവസവും അല്പം മൂർച്ച കൂടിയാൽ വർഷാവസാനമാകുമ്പോഴേക്കും ഏതു വലിയ മരത്തെയും, അതെത്ര വലിയ സാമ്പത്തിക പ്രശ്നമായാലും തൊഴിൽ പ്രതിസന്ധിയായാലും നിങ്ങൾക്കൊറ്റവെട്ടിന് വീഴ്ത്താൻ കഴിയും. പക്ഷേ മഴുവിന് മൂർച്ച കൂട്ടിയാൽ മാത്രം മതിയോ? പോരാ, ഏത് മരമാണ് വെട്ടേണ്ടത് എന്നുകൂടി അറിയണം. അവിടെയാണ് 2026-ലെ ഏറ്റവും വലിയ വിപ്ലവം കടന്നുവരുന്നത്: സാങ്കേതികവിദ്യ, AI. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. എന്റെ പണി പോകുമോ? പേടിക്കണ്ട, സത്യമറിഞ്ഞാൽ ആ പേടി മാറും. നമുക്ക് അടുത്ത അധ്യായത്തിൽ ആ സത്യം കാണാം. ഇനി നമുക്ക് കുറച്ച് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. 2026-ൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സാങ്കേതികവിദ്യയുടെ വിസ്ഫോടനം. ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ. നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലായിരിക്കും കാര്യങ്ങൾ മാറാൻ പോകുന്നത്. ഒരു സുനാമി തിരമാല വരുന്നതുപോലെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നമ്മുടെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറുന്നത്. ഇത് കേൾക്കുമ്പോൾ 2 തരം ആളുകളുണ്ട്. ഒന്ന്, അയ്യോ, കമ്പ്യൂട്ടർ വന്നാൽ എന്റെ പണി പോകുമോ, റോബോട്ടുകൾ വന്നാൽ മനുഷ്യന് വിലയില്ലാതാകുമോ എന്ന് ഭയപ്പെടുന്നവർ. 2, ഈ തിരമാലയുടെ മുകളിൽ കയറി നിന്ന് സർഫിംഗ് നടത്താൻ കാത്തിരിക്കുന്നവർ. സുഹൃത്തേ, ചരിത്രമൊന്ന് പരിശോധിക്കൂ. പണ്ട് ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചിരുന്ന കാലം. കമ്പ്യൂട്ടർ വന്നപ്പോൾ ടൈപ്പിസ്റ്റുകൾ സമരം ചെയ്തു. കമ്പ്യൂട്ടർ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടും എന്നവർ പറഞ്ഞു. എന്തു സംഭവിച്ചു? ടൈപ്പ്റൈറ്റർ ഇല്ലാതായി. അത് സത്യമാണ്. പക്ഷേ കമ്പ്യൂട്ടർ പഠിക്കാൻ തയ്യാറായ ടൈപ്പിസ്റ്റുകൾക്കെന്ത് സംഭവിച്ചു? അവർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരായും ഡിസൈനർമാരായും പ്രോഗ്രാമർമാരായും വലിയ ശമ്പളമുള്ള ജോലികൾ കിട്ടിയില്ലേ? 2026-ൽ സംഭവിക്കാൻ പോകുന്നതും ഇതാണ്. AI നിങ്ങളുടെ ജോലി എടുക്കില്ല. പക്ഷേ AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ ജോലി കൊണ്ടുപോകും. ഇത് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ പഴയ രീതിയിലുള്ള കണക്കെഴുത്ത് ഇനി ചിലവാകില്ല. AI അത് നിമിഷനേരം കൊണ്ട് ചെയ്യും. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ AI കഥകൾ എഴുതുന്നുണ്ട്. നിങ്ങളൊരു ഡ്രൈവറാണെങ്കിൽ ഓട്ടോമാറ്റിക് കാറുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? തോറ്റുകൊടുക്കണോ? വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വിദഗ്ധനാവുക. മാസ്റ്റർ വാട്ട് മെഷീൻസ് കനോട്ട് ഡു. എന്താണ് യന്ത്രങ്ങൾക്കില്ലാത്തത്? വികാരം, സൃഷ്ടികരമായ ചിന്ത, മനുഷ്യബന്ധങ്ങൾ, നേതൃത്വപാടവം. ഒരു ഡോക്ടറെ ഉദാഹരണമായി എടുക്കാം. രോഗം കണ്ടുപിടിക്കാൻ AIക്ക് സാധിച്ചേക്കാം, മരുന്ന് നിർദ്ദേശിക്കാനും സാധിച്ചേക്കാം. പക്ഷേ പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരു രോഗിയുടെ കൈപിടിച്ച് പേടിക്കണ്ട, ഞാനില്ലേ കൂടെയെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു റോബോട്ടിന് കഴിയുമോ? ഇല്ല. ആ സ്പർശനം, ആ നോട്ടം, അതാണ് 2026-ൽ ഡോക്ടറുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് 2026-ലെ നിങ്ങളുടെ ഏറ്റവും വലിയ റെസല്യൂഷൻ ഇതായിരിക്കണം: ഞാൻ സാങ്കേതികവിദ്യയെ ഭയക്കില്ല, ഞാൻ അതിനെ എൻ്റെ അടിമയാക്കും. ഇന്ന് തന്നെ ChatGPT പോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കൂ. എങ്ങനെയാണ് AI ഉപയോഗിച്ച് നിങ്ങളുടെ ജോലി എളുപ്പമാക്കാമെന്ന് ചിന്തിക്കൂ. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എങ്ങനെ പുതിയ ടെക്നോളജി ഉപയോഗിക്കാമെന്ന് നോക്കൂ. നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഓൺലൈൻ വഴി എങ്ങനെ ബിസിനസ് കൂട്ടാമെന്ന് പഠിക്കൂ. ഓർക്കുക,
മാറ്റത്തെ എതിർക്കുന്നവർ ചരിത്രത്തിന്റെ ഭാഗമാകും. മാറ്റത്തെ സ്വീകരിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും. നിങ്ങൾ ഏതു പക്ഷത്താണ്? സാങ്കേതികവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വ്യക്തിത്വം, അഥവാ പേഴ്സണൽ ബ്രാൻഡ്. ടെക്നോളജി എത്ര വളർന്നാലും അതിന് പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് നിങ്ങളുടെ പേര്. അത് എങ്ങനെ 2026-ൽ ഒരു സ്വർണ്ണഖനിയാക്കി മാറ്റാം? ജോലിയെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും പറയുമ്പോൾ 2026-ൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരല്ല, നിങ്ങളുടെ നാടല്ല. അത് നിങ്ങളുടെ വ്യക്തിത്വം, അഥവാ പേഴ്സണൽ ബ്രാൻഡാണ്. ഒരു കടലിൽ മീൻ പിടിക്കാൻ പോയതാണെന്ന് കരുതുക. ആയിരക്കണക്കിന് വള്ളങ്ങൾ അവിടെയുണ്ട്. എല്ലാവരും വലയെറിയുന്നുണ്ട്. പക്ഷെ മീനുകൾക്കെങ്ങനെ മനസ്സിലാകും ഏതു വള്ളത്തിലേക്ക് വരണമെന്ന്? അതിന് വള്ളത്തിലൊരു വെളിച്ചം വേണം, അല്ലേ? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു വെളിച്ചം. ഇന്നത്തെ തൊഴിൽ ലോകം ആ കടൽ പോലെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ ഡിഗ്രിയുമായി, ഒരേ യോഗ്യതയുമായി നിൽക്കുന്നു. അവിടെ നിങ്ങൾ എങ്ങനെ വേറിട്ട് നിൽക്കും? അവിടെയാണ് ബ്രാൻഡിംഗ് വരുന്നത്. പലരും കരുതുന്നത് ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാർക്കും സെലിബ്രിറ്റികൾക്കും മാത്രമുള്ളതാണെന്നാണ്. അല്ല സുഹൃത്തേ, നിങ്ങളൊരു ഓട്ടോ ഡ്രൈവറാണെങ്കിലും നിങ്ങൾക്കൊരു ബ്രാൻഡാകാം. നിങ്ങളൊരു പച്ചക്കറി കച്ചവടക്കാരനാണെങ്കിലും നിങ്ങൾക്കൊരു ബ്രാൻഡാകാം. എങ്ങനെ? നിങ്ങളുടെ പെരുമാറ്റം, ബിഹേവിയർ, നിങ്ങളുടെ സത്യസന്ധത, ഇന്റഗ്രിറ്റി, നിങ്ങൾ കൊടുക്കുന്ന വാക്ക്, പ്രോമിസ്. ആളുകൾ പറയണം, അയാളെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നടക്കുമെന്ന്, അയാൾ നമ്മളെ പറ്റിക്കില്ല എന്ന്. ഈ ഒരു വിശ്വാസമാണ് 2026-ലെ ഏറ്റവും വലിയ കറൻസി. ഇന്ന് ലോകം മുഴുവൻ ഫേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഫേക്ക് ന്യൂസുകൾ, ഫേക്ക് വീഡിയോകൾ, ഫേക്ക് ഉൽപ്പന്നങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഒറിജിനലായ മനുഷ്യർക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ, അതിൽ നിങ്ങളുടേതായൊരു കയ്യൊപ്പ് ചാർത്താൻ ശ്രമിക്കുക. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ വെറുതെ പാഠം പഠിപ്പിച്ചു പോകാതെ കുട്ടികളുടെ മനസ്സ് തൊടുന്ന ഒരു ടീച്ചറാവുക. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ സാധനം വിൽക്കാൻ വേണ്ടി കള്ളം പറയാതെ ഉപഭോക്താവിനെ സഹായിക്കുന്ന ഒരു സുഹൃത്താവുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരു വലിയ ആയുധമാണ്. നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ ചിന്തകൾ ലോകവുമായി പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് നന്നായി പാചകമറിയാമോ? അത് വീഡിയോ ആയി ഇടൂ. നിങ്ങൾക്ക് കൃഷി അറിയാമോ? ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകൂ. നിങ്ങൾ ആരാണെന്ന ലോകമറിയട്ടെ. 2026-ൽ കമ്പനികൾ ജോലിക്കെടുക്കാൻ പോകുന്നത് റെസ്യൂമെ നോക്കിയല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നോക്കിയായിരിക്കും. ഇയാൾക്ക് എന്തു മൂല്യമാണ് ലോകത്തിന് നൽകാൻ കഴിയുക എന്നായിരിക്കും അവർ നോക്കുക. അതുകൊണ്ട് നാണം മാറി നിൽക്കരുത്. നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കൂ. ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഒരു കാര്യം കൂടി അത്യാവശ്യമാണ്. ബ്രാൻഡുണ്ടാക്കാനും സ്കിൽ പഠിക്കാനും വിജയിക്കാനുമൊക്കെ അടിസ്ഥാനപരമായി വേണ്ട ഒരു ഇന്ധനമുണ്ട്. അതാണ് പണം. സാമ്പത്തിക ഭദ്രതയില്ലാതെ സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല. 2026-ലെ സാമ്പത്തിക ലോകം വലിയൊരു ചുഴലിക്കാറ്റിലാണ്. അതിനെ എങ്ങനെ അതിജീവിക്കാം? അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ കോട്ട എങ്ങനെ പണിയാം. ഇനി നമ്മൾ തൊടാൻ പോകുന്നത് പലർക്കും പേടിയുള്ള എന്നാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്: പണം, മണി. 2026-ലെ സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് വലിയ വിലക്കയറ്റവും സാമ്പത്തിക അസ്ഥിരതയും ഉണ്ടാകുമെന്നാണ്. സാധനങ്ങളുടെ വില കൂടും, ലോൺ പലിശ നിരക്കുകൾ മാറും. ഇത് കേട്ട് പേടിക്കണ്ട. മഴ വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? കുടയെടുക്കും, അല്ലെങ്കിൽ വീടിന്റെ മേൽക്കൂര ബലപ്പെടുത്തും. അല്ലാതെ മഴയെ തെറിവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 2026-ൽ സാമ്പത്തികമായി വിജയിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് സാമ്പത്തിക അച്ചടക്കം, അഥവാ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ഒരു ചെറിയ കഥ പറയാം. ഇത് രാമുവിന്റെയും സോമുവിന്റെയും കഥയാണ്. രാമുവും സോമുവും ഒരേ കമ്പനിയിൽ ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. മാസം 50,000 രൂപ ശമ്പളം. രാമു പണം കിട്ടിയാൽ ഉടനെ പുതിയ ഫോൺ വാങ്ങും, കാർ ലോൺ എടുക്കും, എല്ലാ ആഴ്ചയും പുറത്തുപോയി ഭക്ഷണം കഴിക്കും, ക്രെഡിറ്റ് കാർഡ് ഉരച്ചു തീർക്കും. ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് രാമുവിന്റെ പക്ഷം. സോമു ആകട്ടെ കിട്ടുന്ന പണത്തിൽ നിന്ന് അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി 20% മാറ്റിവെക്കും. ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങില്ല. രാമു സോമുവിനെ കളിയാക്കി, എടാ പിശുക്ക, നീ ഇങ്ങനെ ജീവിച്ചിട്ടെന്ത് കാര്യം? ഒരു ദിവസം പെട്ടെന്ന് അവരുടെ കമ്പനി സാമ്പത്തിക പ്രതിസന്ധി കാരണം പൂട്ടിപ്പോയി. രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ടു. അടുത്ത മാസം എന്ത് സംഭവിച്ചു? രാമുവിന്റെ കാർ ലോൺ മുടങ്ങി, ബാങ്കുകാർ വിളിക്കാൻ തുടങ്ങി, വീട്ടുവാടക കൊടുക്കാൻ പണമില്ല,
അവനാകെ തകർന്നുപോയി, മാനസികമായി തളർന്നു. എന്നാൽ സോമുവോ? അവന് പേടിയില്ലായിരുന്നു. കാരണം ജോലിയില്ലാതായാലും 6 മാസം ജീവിക്കാനുള്ള പണം അവൻ കരുതി വച്ചിരുന്നു, എമർജൻസി ഫണ്ട്. ആ സമാധാനത്തിൽ അവൻ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്തു. ഇന്ന് സോമു സ്വന്തമായി ഒരു കമ്പനിയുടെ ഉടമയാണ്. സുഹൃത്തുക്കളെ, 2026-ൽ നിങ്ങൾ രാമു ആകണോ അതോ സോമു ആകണോ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വിത്തുകുത്തി ഉണ്ണരുത് എന്ന്. ഈ വർഷം നിങ്ങൾക്കായി ഇതാ 3 സാമ്പത്തിക നിയമങ്ങൾ. നിയമം 1: EMI എന്ന കെണിയിൽ വീഴാതിരിക്കുക. അയൽക്കാരനെ കാണിക്കാൻ വേണ്ടി വലിയ വീട് വയ്ക്കുകയോ ആഡംബര കാറ് വാങ്ങുകയോ ചെയ്യുന്നത് 2026-ൽ വലിയ മണ്ടത്തരമാകും. ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, പലിശ കൊടുത്ത് ജീവിതം തീർക്കാനുള്ളതല്ല. ഓർക്കുക, പണക്കാരനെപ്പോലെ അഭിനയിക്കുന്നതല്ല വിജയം, ശരിക്കും പണക്കാരനാകുന്നതാണ് വിജയം. നിയമം 2: ആദ്യം സേവിങ്സ്, പിന്നെ ചെലവ്. പലരും ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന് കരുതും. അത് നടക്കില്ല. ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ 20% എടുത്തുമാറ്റുക. അതൊരു സ്വർണമായോ ചിട്ടിയായോ മ്യൂച്വൽ ഫണ്ടായോ മാറ്റുക. പണം വെറുതെ അലമാരയിലിരുന്നാൽ വളരില്ല. പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കണം. നിയമം 3: വരുമാനം ഒരിടത്തു നിന്ന് മാത്രം പോരാ. ഒറ്റ വരുമാനത്തെ ആശ്രയിച്ചു ജീവിക്കുന്നത് ഒറ്റ കാലിൽ നിൽക്കുന്നതുപോലെയാണ്. ആ കാലൊന്നിടറിയാൽ നമ്മൾ വീഴും. 2026-ൽ ഒരു ചെറിയ വരുമാനമാർഗമെങ്കിലും അധികമായി കണ്ടെത്താൻ ശ്രമിക്കുക. അതൊരു യൂട്യൂബ് ചാനലോ ചെറിയ കൃഷിയോ ട്യൂഷനോ ഓൺലൈൻ ബിസിനസ്സോ എന്തുമാകട്ടെ. സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നത് ഒരു രാത്രി കൊണ്ട് കിട്ടുന്നതല്ല. അത് തുള്ളിത്തുള്ളിയായി നിറയുന്ന കുടം പോലെയാണ്. ഈ വർഷം ആ കുടം നിറയ്ക്കാൻ തുടങ്ങൂ. പക്ഷേ കോടികൾ സമ്പാദിച്ചാലും അത് അനുഭവിക്കാൻ ആരോഗ്യമില്ലെങ്കിൽ എന്തു ഫലം? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2026-ൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരം. പണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ജോലിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു സത്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാ സമ്പത്തും കിട്ടി, പക്ഷേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ആ പണം കൊണ്ട് എന്ത് കാര്യം? ICU ബെഡിൽ കിടക്കുന്ന കോടീശ്വരനേക്കാൾ ഭാഗ്യവാൻ ആരോഗ്യത്തോടെ റോഡിലൂടെ നടക്കുന്ന സാധാരണക്കാരനല്ലേ? 2026-ലെ ഏറ്റവും വലിയ പ്രവചനം ആരോഗ്യമേഖലയിലാണ്. ജീവിതശൈലീ രോഗങ്ങൾ ഏറ്റവും കൂടാൻ പോകുന്ന വർഷമാണിത്. ഹൃദ്രോഗം, പ്രമേഹം, മാനസിക സമ്മർദ്ദം ഇവയൊക്കെ നമ്മളെ നിശബ്ദമായി കാർന്നു തിന്നുകയാണ്. നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു കാർ, ഉദാഹരണത്തിന് ഒരു റോൾസ് റോയ്സ് സമ്മാനമായി കിട്ടിയെന്ന് കരുതുക. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ജീവിതത്തിലാകെ ആ ഒരു കാർ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. അത് കേടായാൽ വേറെ കാർ വാങ്ങാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ ആ കാറിനെ എങ്ങനെ നോക്കും? അതിൽ ചെറിയൊരു പോറൽ പോലും വീഴാതെ നോക്കില്ലേ? ഏറ്റവും നല്ല പെട്രോൾ അടിക്കില്ലേ? കൃത്യമായി സർവീസ് ചെയ്യില്ലേ? സുഹൃത്തെ, നിങ്ങളുടെ ശരീരം അതാണ് ആ കാറ്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കിട്ടിയ ഒരേ ഒരു വാഹനം. ഇതിന് കേടുവന്നാൽ മാറ്റിവെക്കാൻ സ്പെയർ പാർട്സ് കിട്ടിയെന്ന് വരില്ല. കിട്ടിയാൽ തന്നെ അത് ഒറിജിനൽ പോലെ ആകില്ല. 2026-ൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നമ്മുടെ പ്ലേറ്റിലാണ്. മധുരവും എണ്ണയും ജങ്ക് ഫുഡും ചേർന്ന് നമ്മുടെ ആയുസ് കുറയ്ക്കുന്നു. നമ്മുടെ നാവിന് രുചി നൽകുന്ന പലതും നമ്മുടെ ശരീരത്തിന് വിഷമാണ്. ഈ വർഷം നമുക്ക് ശരീരത്തോടൊരു മാപ്പ് പറയാം. ഇത്രയും നാളും ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല, ഇനി ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. അതിന് വലിയ ജിമ്മിലോ ഉപകരണങ്ങളോ ആവശ്യമില്ല. 2026-ൽ നിങ്ങൾ ചെയ്യേണ്ടത് ലളിതമായ 3 കാര്യങ്ങളാണ്. 1. മൂവ്മെന്റ്. ദിവസവും 30 മിനിറ്റ് വിയർക്കുക. മനുഷ്യശരീരം അനങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, കസേരയിലിരിക്കാൻ വേണ്ടിയല്ല. നടത്തമാകാം, ഓട്ടമാകാം, നീന്തലാകാം, യോഗയാകാം, എന്തെങ്കിലും ഒന്ന്. നിങ്ങളുടെ ഹൃദയമൊന്ന് വേഗത്തിൽ മിടിക്കട്ടെ. 2. വിശ്രാമം. ഇന്നത്തെ തലമുറ മറന്നുപോയ ഒരു കാര്യമാണിത്, ഉറക്കം. രാത്രി 12 മണിവരെയും 1 മണിവരെയും ഫോണിൽ കുത്തിയിരുന്ന് സമയം കളയരുത്. ഉറക്കമാണ് ശരീരത്തിന്റെ റിപ്പയർ ടൈം. ആ സമയത്താണ് ശരീരം കോശങ്ങളെ നന്നാക്കുന്നത്, മനസ്സിനെ ശാന്തമാക്കുന്നത്. 7 മണിക്കൂർ ഉറങ്ങാത്ത ഒരാൾക്ക് 2026-ൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അയാളുടെ ബാറ്ററി പെട്ടെന്ന് തീരും. 3. ഭക്ഷണം. നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു ഈറ്റ്. കൂടുതൽ പച്ചക്കറികൾ, ഫലങ്ങൾ, വെള്ളം. പാക്കറ്റിൽ കിട്ടുന്ന ആഹാരം കുറയ്ക്കുക. പ്രകൃതി തരുന്ന ഭക്ഷണം കഴിക്കുക. ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ദിവസവും അരമണിക്കൂർ നടക്കുന്നത്.
ഓർക്കുക, ആരോഗ്യമില്ലാത്തവന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടാകൂ: ആരോഗ്യം തിരിച്ചു കിട്ടുക എന്നത് മാത്രം. ആരോഗ്യമുള്ളവന് 1000 ആഗ്രഹങ്ങൾ കാണാം. ശരീരം നന്നായാൽ മാത്രം പോരാ. നമ്മുടെ മനസ്സിനെ തളർത്തുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്: ബന്ധങ്ങൾ, സ്നേഹം. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് 2026-ൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. നമ്മൾ ജീവിക്കുന്നതൊരു വിചിത്രമായ ലോകത്താണ്. മൊബൈൽ ഫോണുകൾ സ്മാർട്ടായി, വീടുകൾ സ്മാർട്ടായി, കാറുകൾ സ്മാർട്ടായി. പക്ഷെ മനുഷ്യർ, നമ്മൾ തമ്മിലുള്ള ബന്ധം വീക്കായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഫേസ്ബുക്ക് സുഹൃത്തുമായി മണിക്കൂറുകൾ ചാറ്റ് ചെയ്യുന്നു. പക്ഷെ തൊട്ടിരിക്കുന്ന സ്വന്തം അച്ഛനോടോ അമ്മയോടോ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കാൻ നമുക്ക് നേരമില്ല. ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലിൽ കിടക്കുന്നു. പക്ഷെ രണ്ടുപേരും 2 ലോകത്താണ്, 2 ഫോണുകളിൽ. മക്കൾ വളരുന്നത് യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ്, മാതാപിതാക്കളുടെ കഥകൾ കേട്ടല്ല. 2026-ൽ ഇതിനൊരു മാറ്റം വരണം. കാരണം വരാനിരിക്കുന്ന വർഷങ്ങളിൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പകർച്ചവ്യാധി വൈറസുകളല്ല, അത് ആത്മഹത്യയാണ്. ഒറ്റപ്പെടൽ എന്നത് ഒരു മാരക രോഗമാണ്. നിങ്ങൾക്കെത്ര പണമുണ്ടായാലും, എത്ര വലിയ വീടുണ്ടായാലും, അത് പങ്കുവയ്ക്കാൻ സ്നേഹമുള്ള ഒരാളില്ലെങ്കിൽ ആ ജീവിതം ശൂന്യമാണ്. ഒരു മരം നോക്കൂ. അതിന് കാട്ടിലും മഴയിലും പിടിച്ചു നിൽക്കാൻ എന്തു വേണം? ശക്തമായ വേരുകൾ വേണം, അല്ലേ? മനുഷ്യന്റെ വേരുകൾ അവന്റെ ബന്ധങ്ങളാണ്, കുടുംബമാണ്, സുഹൃത്തുക്കളാണ്. വേരുകൾ അറ്റുപോയാൽ ചെറിയൊരു കാറ്റടിച്ചാൽ മതി, നമ്മൾ നിലം പൊത്തും. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ കണ്ട് വഞ്ചിതരാകരുത്. നിങ്ങൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ആപത്ത് വരുമ്പോൾ ആ ലൈക്കടിച്ചവരാരും ഓടിവരില്ല. നിങ്ങളുടെ കൈ പിടിക്കാൻ വിരലിൽ എണ്ണാവുന്ന ചിലരേ ഉണ്ടാകൂ. അവരെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഈ വർഷം ഒരു തീരുമാനമെടുക്കൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സമയം കൊടുക്കും. ഗിഫ്റ്റ് ഓഫ് ടൈം. അത് വലിയ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി നൽകുന്നതല്ല, മറിച്ച് അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, ഫോൺ സൈലന്റ് മോഡിലിട്ട് പൂർണ്ണമായി അവർക്ക് ശ്രദ്ധ നൽകുക. മാതാപിതാക്കൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ സാമീപ്യമാണ്. ഒരു 10 മിനിറ്റ് അവരുടെ അടുത്തിരുന്ന് പഴയ കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ. അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം, അതിന് കോടികൾ വിലയുണ്ട്. മക്കൾ വളരുകയാണ്. അവർക്ക് വേണ്ടത് ടാബ്ലറ്റുകളല്ല, കൂടെ കളിക്കാൻ ഒരച്ഛനെയും അമ്മയെയുമാണ്. 2026-ൽ നമുക്ക് നഷ്ടപ്പെട്ട ആ ഇൻറ്റിമസി തിരിച്ചുപിടിക്കാം. ക്ഷമിക്കാൻ പഠിക്കാം. ചെറിയ തെറ്റുകൾക്ക് ബന്ധങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാം. സോറി എന്നും നന്ദി എന്നും പറയാൻ മടിക്കാതിരിക്കാം. ഈ 2 വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഓർക്കുക, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കുന്നത് ജോലിയിലെ പ്രമോഷനുകളല്ല, ബാങ്ക് ബാലൻസ് അല്ല, നമ്മൾ സ്നേഹിച്ച മുഖങ്ങളാണ്. ആ മുഖങ്ങളിൽ ചിരി വിടർത്തുന്നതാകട്ടെ നിങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ബന്ധങ്ങൾ നന്നായാൽ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമായാൽ ഏത് കൊടുങ്കാട്ടിനെയും നേരിടാൻ നമുക്ക് കരുത്ത് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാം എങ്ങനെ പ്രാവർത്തികമാക്കാം? എങ്ങനെയാണ് 2026-ലേക്കുള്ള നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത്? അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പല കാര്യങ്ങളെക്കുറിച്ചാണ്. മനസ്സ്, പണം, ആരോഗ്യം, ബന്ധങ്ങൾ. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ വീഡിയോ കണ്ട് ഫോൺ ഓഫ് ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം മറന്നുപോകും. അതാണ് മനുഷ്യന്റെ പ്രകൃതം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ 2026 നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടാൻ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. വെറും ആഗ്രഹങ്ങൾ കൊണ്ട് കാര്യമില്ല. എനിക്ക് പണക്കാരനാകണം എന്നത് വെറുമൊരു ആഗ്രഹമാണ്. എനിക്ക് 2026 ഡിസംബറിനുള്ളിൽ 10 ലക്ഷം രൂപ സമ്പാദിക്കണം എന്നത് ഒരു ലക്ഷ്യമാണ്, ഗോൾ. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടോ? ഇല്ലെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ മൊബൈലിലെ നോട്ട് പാഡ് തുറക്കുക. ഇപ്പോൾ തന്നെ എഴുതുക. 1. എന്താണെന്റെ പ്രധാന ലക്ഷ്യം? 1 ബിഗ് ഗോൾ. 10 മുയലിനെ ഓടിച്ചാൽ ഒന്നിനെയും കിട്ടില്ല. അതുപോലെ 10 ലക്ഷ്യങ്ങൾ വേണ്ട. 2026-ൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരേ ഒരു കാര്യമെന്താണ്? അത് വീട് വയ്ക്കുന്നതാകാം, കടം തീർക്കുന്നതാകാം, ശരീരഭാരം കുറയ്ക്കുന്നതാകാം. അതൊന്ന് വ്യക്തമായി എഴുതുക. 2. എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത്? 1 ബാഡ് ഹാബിറ്റ്.
വിജയത്തിലേക്ക് ഓടുമ്പോൾ കാലിൽ ചുറ്റിക്കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ദുശ്ശീലങ്ങൾ. സിഗരറ്റ്, മദ്യപാനം, അമിതമായ ഫോൺ ഉപയോഗം, അലസത. ഇതിലേതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്? അത് നിർത്തുമെന്ന് തീരുമാനിക്കുക. 3. ആരാണെന്റെ കൂടെ വേണ്ടത്? ഇന്നർ സർക്കിൾ. നിങ്ങളുടെ 5 അടുത്ത സുഹൃത്തുക്കളുടെ ശരാശരിയാണ് നിങ്ങളെന്ന് പറയാറുണ്ട്. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ പോസിറ്റീവായ ആളുകളുമായി ചങ്ങാത്തം കൂടുക. നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നെഗറ്റീവ് പറയുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യുക, ജീവിതത്തിൽ നിന്നും ഫോണിൽ നിന്നും. ഈ പ്ലാൻ നിങ്ങളുടെ കണ്ണ് കാണുന്നിടത്ത് ഒട്ടിച്ചുവെക്കുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് കാണണം. ഇതാണെന്റെ ലക്ഷ്യം, ഇതിലേക്കെത്താൻ ഞാൻ എന്തു ചെയ്യണമെന്ന് സ്വയം ചോദിക്കുക. ഒരു കാര്യം കൂടി, യാത്രയിൽ വീഴ്ചകൾ ഉണ്ടാകും, ഉറപ്പാണ്. ചിലപ്പോൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കില്ല, ചിലപ്പോൾ മടുപ്പു തോന്നും. അത് സ്വാഭാവികമാണ്. വീഴുന്നതല്ല പരാജയം, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പരാജയം. വീഴുമ്പോൾ പൊടി തട്ടി എഴുന്നേൽക്കുക, വീണ്ടും ഓടുക. 2026 ആരെയും കാത്തു നിൽക്കില്ല. കാലമെന്ന കുതിര പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതോ അതിന്റെ കുളമ്പടിയിൽപ്പെട്ട് ചതഞ്ഞരയാനാണോ നിങ്ങളുടെ വിധി? തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം. ഇനി നിങ്ങൾക്ക് നൽകാനുള്ളത് ഒരവസാന സന്ദേശമാണ്. ഈ വീഡിയോയുടെ ഹൃദയം, നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരിയെ ആളിക്കത്തിക്കാൻ പോകുന്ന വാക്കുകൾ. സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു സമയമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. മാറ്റങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും. പക്ഷേ ഇതെല്ലാം കേട്ട് നിങ്ങൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടാകേണ്ടത് ഒരൊറ്റ ചിന്ത മാത്രമാണ്: ഞാൻ മാറാൻ തയ്യാറാണ്. 2026 എന്നത് കാലണ്ടറിലെ വെറുമൊരക്കമല്ല, അതൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇന്നലെ കണ്ട ആ പഴയ, പരാതി പറയുന്ന മടിയനായ വ്യക്തിയെയല്ല നിങ്ങൾ കാണേണ്ടത്. ആത്മവിശ്വാസമുള്ള, കരുത്തുള്ള, സ്നേഹിക്കാൻ അറിയുന്ന ഒരു പുതിയ മനുഷ്യനെയാണ്. ലോകം മാറും, അതതിൻ്റെ ജോലിയാണ്. ഗവൺമെന്റുകൾ മാറും, സാങ്കേതികവിദ്യ മാറും, കാലാവസ്ഥ മാറും. അതിനെ ഒന്നും തടയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേയൊരു കാര്യമുണ്ട്, അത് നമ്മളാണ്. ഒരു മെഴുകുതിരി നോക്കൂ. അതിനു ചുറ്റും എത്ര ഇരുട്ടുണ്ടെങ്കിലും അത് സ്വയം എരിഞ്ഞ് പ്രകാശം പരത്തുന്നു. ഒരു ചെറിയ കാറ്റ് വന്നാൽ അത് ചിലപ്പോൾ അണഞ്ഞേക്കാം, പക്ഷേ അത് വീണ്ടും കത്തിക്കാൻ സാധിക്കും. നിങ്ങളും ആ മെഴുകുതിരിയെപ്പോലെയാകണം. നിങ്ങളുടെ കുടുംബത്തിന് വെളിച്ചമാകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സമൂഹത്തിന് മാതൃകയാകാൻ നിങ്ങൾക്ക് കഴിയണം. അതിനു വേണ്ടത് പണമല്ല, വലിയ വീടല്ല. അതിനു വേണ്ടത് ഉറച്ച തീരുമാനം, വിൽ പവർ മാത്രമാണ്. ഈ 2026 ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ തിരിച്ചു വേദനിപ്പിക്കാതെ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പരാജയം വന്നാൽ ഇതൊരു പാഠമാണ് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വിജയം വന്നാൽ അഹങ്കരിക്കാതെ നന്ദിയുള്ളവരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, അതെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ വലിയൊരു വിജയി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിജയിയെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമാണിത്. ഇന്നത്തെ ദിവസം, ഈ നിമിഷം ഒരു പുതിയ തുടക്കമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായി എന്ന് ഞാൻ കരുതുന്നു. എന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. ഈ വർഷം നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ റെസല്യൂഷൻ എന്താണ്? അത് താഴെ കമന്റ് ബോക്സിൽ എഴുതൂ. മടിക്കണ്ട, അത് എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു സത്യപ്രതിജ്ഞയായി മാറും. ഞാൻ കാത്തിരിക്കും നിങ്ങളുടെ കമന്റുകൾ വായിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് അയച്ചുകൊടുക്കുക. ഒരുപക്ഷെ ആരുടെയെങ്കിലും ജീവിതം മാറ്റാൻ, ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ നൽകാൻ ഈ ഒരു ഷെയർ കാരണമായേക്കാം. നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു പുണ്യമാണ്. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ എന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. നന്ദി, ഒരുപാട് നന്ദി, ഇത്രയും സമയം എന്നോടൊപ്പം ചിലവഴിച്ചതിന്. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാണാം വിജയത്തിന്റെ കൊടുമുടിയിൽ വെച്ച്. നമസ്കാരം.